അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ അണിയറകളിൽ നിന്നും ലോകമാധ്യമങ്ങൾ ഒന്നടങ്കം ഏറ്റുപിടിച്ച അതീവ രസകരവും എന്നാൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്നതുമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വാഷിംഗ്ടണിൽ നിന്നും പുറത്തുവരുന്നത്. വൈറ്റ് ഹൌസിലെ അതിപ്രധാനമായ ഓവൽ ഓഫീസിൽ നടന്ന ഒരു ഔദ്യോഗിക ചടങ്ങിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അല്പനേരം ഉറങ്ങിപ്പോയെന്ന വാർത്ത ആഗോളതലത്തിൽ വൻ ചലനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കേവലം ഒരു വ്യക്തിപരമായ സംഭവം എന്നതിനപ്പുറം അമേരിക്കൻ ഭരണകൂടത്തിന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയുടെ ഊർജ്ജസ്വലതയെയും ആരോഗ്യത്തെയും കുറിച്ചുള്ള വലിയ സംവാദങ്ങൾക്കാണ് ഈ സംഭവം നിലവിൽ തുടക്കമിട്ടിരിക്കുന്നത്. വൈറ്റ് ഹൌസിന്റെ ഹൃദയഭാഗമായ ഓവൽ ഓഫീസിൽ ഉയർന്ന ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും പങ്കെടുത്ത ഒരു തന്ത്രപ്രധാനമായ യോഗത്തിനിടയിലാണ് ഈ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ തന്റെ കസേരയിൽ ഇരിക്കുകയായിരുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കണ്ണുകൾ അടച്ച് കുറച്ചു സമയം ഇരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ചുറ്റും നടക്കുന്ന ഗൗരവമേറിയ സംഭാഷണങ്ങളോട് പ്രതികരിക്കാതെ തികച്ചും നിശ്ചലനായി അദ്ദേഹം ഇരുന്ന നിമിഷങ്ങൾ അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരുടെ ക്യാമറകളിൽ കൃത്യമായി പതിയുകയായിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ ഈ ദൃശ്യങ്ങൾ കാട്ടുതീ പോലെ പടർന്നതോടെയാണ് സംഭവം ഒരു വലിയ അന്താരാഷ്ട്ര വാർത്തയായി മാറിയത്. ട്രംപ് യോഗത്തിനിടയിൽ ഉറങ്ങി വീഴുന്നതായി കാണിക്കുന്ന ഹ്രസ്വ വീഡിയോ ക്ലിപ്പുകൾ ലക്ഷക്കണക്കിന് ആളുകളാണ് നിമിഷങ്ങൾക്കകം പങ്കുവച്ചത്. ലോകത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി ഒരു ഔദ്യോഗിക ചടങ്ങിനിടെ പരസ്യമായി ഉറങ്ങിപ്പോയെന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ചുള്ള ട്രോളുകളും വിമർശനങ്ങളും നിറഞ്ഞത്. ഈ സംഭവം ഇത്ര വലിയ വിവാദമാകാനുണ്ടായ പ്രധാന കാരണം തൊട്ടടുത്ത ദിവസങ്ങളിൽ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രസിഡന്റിനെ കുറിച്ച് നടത്തിയ കടുത്ത പുകഴ്ത്തലുകളാണ്. ഡൊണാൾഡ് ട്രംപ് ഒരു നിമിഷം പോലും വിശ്രമിക്കാത്ത വ്യക്തിയാണെന്നും അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും ഊർജവും അത്ഭുതപ്പെടുത്തുന്നതാണെന്നുമാണ് റൂബിയോ മാധ്യമങ്ങൾക്ക് മുൻപിൽ വിളിച്ചു പറഞ്ഞത്. എന്നാൽ ഈ പ്രസ്താവന വന്ന ദിവസങ്ങൾക്കകം തന്നെ ട്രംപ് വൈറ്റ് ഹൌസിൽ ഉറങ്ങിപ്പോയത് റൂബിയോയുടെ വാക്കുകളെ തിരിഞ്ഞുകൊത്തുന്ന ഒന്നായി മാറി. ട്രംപിന്റെ കടുത്ത രാഷ്ട്രീയ എതിരാളികളും പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകരും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന ഉടൻ തന്നെ കടുത്ത വിമർശനങ്ങളുമായി രംഗത്തെത്തി. പ്രായം നൽകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണമാണ് രാജ്യത്തിന്റെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് പ്രസിഡന്റ് ഉറങ്ങിപ്പോകുന്നതെന്നാണ് വിമർശകർ വാദിക്കുന്നത്. ട്രംപിന്റെ മുൻകാല പ്രസ്താവനകളെയും എതിരാളികളെ അദ്ദേഹം ഉറക്കം തൂങ്ങികൾ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചതിനെതിരെയും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ പലരും ഈ ദൃശ്യങ്ങൾ പങ്കുവെക്കുന്നത്. എന്നാൽ അമേരിക്കൻ ഭരണകൂടത്തെ പ്രതിരോധിക്കാൻ ട്രംപിന്റെ അനുയായികളും വൈറ്റ് ഹൌസ് വക്താക്കളും വലിയ ശ്രമങ്ങളാണ് നടത്തുന്നത്. പ്രസിഡന്റ് ഉറങ്ങുകയായിരുന്നില്ലെന്നും അതീവ സങ്കീർണമായ ഒരു നയതന്ത്ര വിഷയത്തിൽ ആഴത്തിൽ ചിന്തിക്കുകയോ അല്ലെങ്കിൽ താൽക്കാലികമായി കണ്ണുകൾക്ക് വിശ്രമം നൽകുകയോ മാത്രമാണ് ചെയ്തതെന്നാണ് ഇവരുടെ ഔദ്യോഗിക വിശദീകരണം. 24 മണിക്കൂറും രാജ്യത്തിനായി ജോലി ചെയ്യുന്ന ഒരു ഭരണാധികാരിയുടെ ചെറിയൊരു നിമിഷത്തെ ദൃശ്യങ്ങൾ വെച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെന്നും അവർ കുറ്റപ്പെടുത്തുന്നു. വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ട്രംപിന്റെ അസാധാരണമായ പ്രവർത്തന ശൈലിയെ ഉയർത്തിക്കാട്ടാനാണ് യഥാർത്ഥത്തിൽ ശ്രമിച്ചത്. രാജ്യം നേരിടുന്ന സുപ്രധാന ആഭ്യന്തര വിദേശ നയരൂപീകരണങ്ങളിൽ ട്രംപ് നേരിട്ടാണ് മേൽനോട്ടം വഹിക്കുന്നതെന്നും അദ്ദേഹത്തിന് കൃത്യമായ വിശ്രമ സമയം പോലുമില്ല എന്നുമാണ് റൂബിയോ വിശദീകരിച്ചത്. ഭരണത്തിൽ ട്രംപ് പുലർത്തുന്ന ഈ അമിതമായ ഇടപെടലുകളാണ് അദ്ദേഹത്തെ കടുത്ത ശാരീരിക ക്ഷീണത്തിലേക്ക് നയിച്ചതെന്ന രീതിയിലും ഇപ്പോൾ വിലയിരുത്തലുകൾ വരുന്നുണ്ട്. ഒരു രാജ്യത്തിന്റെ തലവന്റെ ശാരീരിക ക്ഷീണം അല്ലെങ്കിൽ ഉറക്കം തൂങ്ങൽ എന്നത് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പലപ്പോഴും വലിയ ചർച്ചകൾക്ക് കാരണമാകാറുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തിയായ അമേരിക്കയെ നയിക്കുന്ന വ്യക്തിക്കുണ്ടാകുന്ന ഇത്തരം ചെറിയ വീഴ്ചകൾ പോലും ശത്രു രാജ്യങ്ങൾ വലിയ രാഷ്ട്രീയ ആയുധമാക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കൻ ഭരണകൂടത്തിന്റെ കാര്യക്ഷമതയെ ബാധിക്കുന്ന തരത്തിലുള്ള ജോലിഭാരമാണോ പ്രസിഡന്റിന് മേലുള്ളതെന്ന സംശയവും ഇത് ഉയർത്തുന്നു. ഈ സംഭവം ഡൊണാൾഡ് ട്രംപിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയൊരു നയതന്ത്രപരമായ അബദ്ധമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഔദ്യോഗിക യോഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ പുലർത്തേണ്ട അതീവ ജാഗ്രത പ്രകടിപ്പിക്കുന്നതിൽ ട്രംപിന് വീഴ്ച പറ്റിയെന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ചില നിരീക്ഷകർ പോലും രഹസ്യമായി സമ്മതിക്കുന്നുണ്ട്. അമേരിക്കയിലെ വൻകിട മാധ്യമങ്ങളെല്ലാം തന്നെ ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. വൈറ്റ് ഹൌസിലെ അധികാര കേന്ദ്രങ്ങളിൽ നടക്കുന്ന ചെറിയ ചലനങ്ങളെ പോലും സൂക്ഷ്മമായി വീക്ഷിക്കുന്ന മാധ്യമങ്ങൾ ഈ സംഭവത്തെ ട്രംപ് ഭരണകൂടത്തിന്റെ ആഭ്യന്തര സമ്മർദ്ദങ്ങളുടെ തെളിവായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. മാർക്കോ റൂബിയോയുടെ പുകഴ്ത്തലുകൾ ട്രംപിന് വലിയൊരു കെണിയായി മാറിയ കാഴ്ചയാണ് പിന്നീട് കണ്ടത്.
രാഷ്ട്രീയ നേതാക്കൾ തങ്ങളുടെ നേതാക്കളെ അമിതമായി പുകഴ്ത്തി സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടമാണ് ഈ സംഭവത്തിലൂടെ വ്യക്തമാക്കുന്നത്. റൂബിയോ ട്രംപിനെ ഒരിക്കലും വിശ്രമിക്കാത്തവനെന്ന് വിശേഷിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ഉറക്കം തൂങ്ങൽ വാർത്ത ഇത്ര വലിയൊരു വിവാദമായി വളരുമായിരുന്നില്ല. ഇത്തരമൊരു വിവാദം വൈറ്റ് ഹൌസിന്റെ വരാനിരിക്കുന്ന പബ്ലിക് റിലേഷൻസ് തന്ത്രങ്ങളെ വലിയ രീതിയിൽ മാറ്റാൻ പ്രേരിപ്പിക്കുമെന്നതിൽ സംശയമില്ല. ഇനി വരുന്ന ഔദ്യോഗിക യോഗങ്ങളിലും പൊതുപരിപാടികളിലും ട്രംപിന്റെ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ വൈറ്റ് ഹൌസ് സുരക്ഷാ വിഭാഗം നിർബന്ധിതരായേക്കും. അമേരിക്കൻ ജനതയ്ക്കിടയിലും ഈ വാർത്ത സമ്മിശ്രമായ പ്രതികരണങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചിലർ ഇതിനെ വെറുമൊരു മനുഷ്യ സഹജമായ ശാരീരിക ക്ഷീണമായി കണ്ട് തള്ളിക്കളയുമ്പോൾ മറ്റു ചിലർ ഇത് രാജ്യത്തിന്റെ സുരക്ഷയെയും ഭരണത്തെയും ബാധിക്കുന്ന ഗുരുതരമായ വീഴ്ചയായിട്ടാണ് കാണുന്നത്. ഈ സംഭവം വരാനിരിക്കുന്ന അമേരിക്കൻ രാഷ്ട്രീയ സമവാക്യങ്ങളെയും ചർച്ചകളെയും ഏത് രീതിയിൽ ബാധിക്കുമെന്നത് വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാകൂ. പ്രതിപക്ഷ കക്ഷികൾ ഈ ദൃശ്യങ്ങൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ വരെ ട്രംപിനെതിരെ ആയുധമാക്കാൻ സാധ്യതയുണ്ട്. സ്വന്തം ആരോഗ്യം സംരക്ഷിക്കുന്നതിനൊപ്പം തന്നെ തനിക്കെതിരെ ഉയരുന്ന ഈ ആരോഗ്യ സംബന്ധിയായ ആക്ഷേപങ്ങളെ കാറ്റിൽ പറത്തുക എന്ന വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ ട്രംപിന് മുന്നിലുള്ളത്. ഓവൽ ഓഫീസിലെ ആ ചെറിയൊരു നിമിഷത്തെ ഉറക്കം ഡൊണാൾഡ് ട്രംപിന് വലിയൊരു രാഷ്ട്രീയ തലവേദനയാണ് സമ്മാനിച്ചിരിക്കുന്നത്. പുകഴ്ത്തലുകൾ ശാപമായി മാറുന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിനാണ് വൈറ്റ് ഹൌസ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പൊതുവേദികളിൽ സജീവമായി പങ്കെടുത്തുകൊണ്ട് തനിക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലെന്ന് തെളിയിക്കാൻ മാത്രമായിരിക്കും ഇനി അമേരിക്കൻ പ്രസിഡന്റിന്റെ ശ്രമം.